ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊരു സാധനം പരിചയപ്പെടുത്താനാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഫിലിപ്സിനെ കുറിച്ച് സംസാരിച്ചല്ലോ. ഫിലിപ്സ് എന്ന് പറഞ്ഞ കമ്പനി ഹോളണ്ടിൽ ഉണ്ടായതിന് ശേഷം ജപ്പാനിൽ ഭയങ്കരമായിട്ട് വളർന്നു വന്ന ഒരു ഫാമിലിയാണ് മിത്സുഷിത ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞത്. ഈ മിത്സുഷിതയുടെ കമ്പനിയുടെ നമുക്ക് ഏറ്റവും അറിയപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്, നാഷണൽ പാനാസോണിക്. പണ്ടൊക്കെ ഗൾഫിലൊക്കെ പോയിട്ട് വരുന്ന എല്ലാവരും കയ്യിലൊരു നാഷണൽ പാനാസോണിക്കിൻ്റെ ടേപ്പ് റിക്കാർഡറും പിടിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. എയർപോർട്ടിൽ പോയി നിന്നാൽ അറിയാം, ഒരു കൈ ഷൂട്ട് കേസും ഒരു കയ്യിൽ നാഷണൽ പാനാസോണിക്കിൻ്റെ ടേപ്പ് റിക്കാർഡറും ആയിരിക്കും. അതൊരു സിമ്പിളായിരുന്നു. ഗൾഫിൽ പോയിട്ട് വരുന്ന ആളുടെ കയ്യിൽ നാഷണൽ പാനാസോണിക്കിൻ്റെ ഒരു ടേപ്പ് റിക്കാർഡർ മസ്റ്റായിരുന്നു. അതില്ലെങ്കിൽ അവൻ ഗൾഫിൽ പോയതല്ലെന്ന്, പേർഷ്യയ്ക്ക് പോയതാണ്, ഗൾഫ് എന്നല്ല പറയുന്നത്, പേർഷ്യയ്ക്ക് പോയവരല്ലെന്ന് പറയും. അപ്പോൾ അതുപോലെ ഉള്ള ഒരു കമ്പനിയായിരുന്നു മിത്സുഷിത. അവർ വളർന്ന് നാഷണൽ പാനാസോണിക്ക് വളർന്ന് ഒരറ്റം വെട്ടി വെറും നാഷണലായി മാറി. പിന്നെ നാഷണൽ കുറേ കാലം നാഷണൽ എന്ന് പറഞ്ഞ് ഓടി. വി സി ആറിൻ്റെ കാലത്തൊക്കെ നാഷണലായിരുന്നു. വി സി ആർ, വി സി പി, ഇതെല്ലാം നാഷണൽ എന്ന് പറഞ്ഞ് ഓടി. അത് ഓടി അവസാനം വെട്ടി, നാഷണലും വെട്ടി ദൂരെ കളഞ്ഞ് പാനാസോണിക്കായി. ഇപ്പോൾ ലോകത്തിൽ പാനാസോണിക്ക് മാത്രമേ ഉള്ളൂ. നാഷണൽ പാനാസോണിക്കും ഇല്ല, നാഷണലും ഇല്ല, ഉള്ളി പാനാസോണിക്ക്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ കാര്യം ചെയ്തേണ്ട, പാനാസോണിക്കിൻ്റെ ഒരു ടേപ്പ് റിക്കാർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്. RXM 50 M3 Mark 3 എന്ന് പറഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പേഴ്സണൽ ഓഡിയോ. അതായത് ശരിക്കും മോണോ ആണെങ്കിലും 18 വാട്ട്സ് PMBO ഔട്ട്പുട്ട്. 18 വാട്ട് എന്ന് പറയുമ്പോൾ 1.8 വാട്ടേ ഉള്ളൂ. RMS പറയുമ്പോൾ കറക്റ്റ് പറഞ്ഞാൽ 1.8 വാട്ട്, 18 വാട്ട്സ് PMBO ഉള്ള പാനാസോണിക്കിൻ്റെ ഡ്യുവൽ കോൺ സ്പീക്കർ. അടിയിലൊരു കോൺ, മണ്ടയിലൊരു സ്റ്റീൽ കപ്പ് ഒട്ടിച്ചിട്ട് അതിനെ ഒരു ഡ്യുവൽ കോൺ ആക്കി അവർ പറയുകയാണ്. പിന്നെ നല്ല ഒന്നാം തരം റേഡിയോ, FM, മീഡിയം വേവ്, ഷോർട്ട് വേവ് 2, 4 റേഡിയോ, എല്ലാം നല്ല ഫിനിഷിങ്. വർഷങ്ങളായെങ്കിൽ ഇപ്പോഴും അതിൻ്റെ ആ ഫിനിഷിങ്ങും കാര്യങ്ങൾക്കൊന്നും യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. പുറകിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞ മിത്സുഷിത കമ്പനിയാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഇത് എഴുതിയിട്ടുണ്ട്. അത് ജപ്പാനിലെ ഒരു ഭയങ്കര ഇലക്ട്രോണിക്സ് ഫാമിലിയാണ്. ആ ഫാമിലിയിൽ തന്നെ പെട്ട ഒരാളാണ് നമ്മുടെ സോണിയുടെ MD ആയിരുന്ന ആളും. ഒരു കാലത്ത് ഈ മോണോ ടേപ്പ് റിക്കാർഡ് ഇഷ്ടപ്പെടുന്നവർ ബെസ്റ്റ് സെല്ലറായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സെറ്റാണ്. ഭയങ്കര ഓളിയമാണിത്. കാരണം 10 സെൻറ്റിമീറ്റർ സ്പീക്കറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. AC ബിൽഡിനുണ്ട്, DC ബാറ്ററിയും കണക്ട് ചെയ്യാം. സാധാരണ വലിയ ബാറ്ററിയാണ്, അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഇത് 18 വാട്ട്സ് PMBO എന്ന് പറഞ്ഞാൽ നല്ല സാമാന്യം നല്ല ഓളിയോ, ഒരു വലിയ സ്റ്റീരിയോ സെറ്റെന്ന് കേൾക്കുന്നതിൽ നല്ല ഓളിയോ, ക്വാളിറ്റിയുള്ള നല്ല സ്പീക്കർ സിസ്റ്റം ഉള്ള, നല്ല ആംപ്ലിഫയർ ഉള്ള, നല്ല സൂപ്പർ ഒരു സെറ്റാണ്. ഇപ്പോഴും ഇതിൻ്റെ ടേപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴും വർക്കിംഗ് ആണ്. ടേപ്പും വർക്കിംഗ് ആണ്, എല്ലാം വർക്കിംഗ് ആണ്, റേഡിയോയും എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് ഇപ്പോഴും ഇത്രയും സ്റ്റില്ലായിട്ട് നല്ല ഭംഗിയായിട്ട്, ഒരു കേടുപോലും വരാതെ നല്ല മനോഹരമായിട്ട്, ഒരു കളറും ഒന്നും ഫെയ്ഡാകാതെ നല്ല ഭംഗിയായിട്ട് കണ്ടതുകൊണ്ട് ഞാനൊന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കൂട്ട് സെറ്റുകൾ ഇപ്പോഴും ഒത്തിരി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പം ഇതൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ റേഡിയോ ഒന്ന് വെച്ച് നോക്കാം. ഇവിടെ ചെലവഴിച്ചാണ് മടക്കം. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ വേനൽ മഴയും അണക്കെട്ടിലേക്ക് എത്തുന്ന കൈത്തോടുകളിലേക്കും കട്ടപ്പനയാറിലെയും നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുള്ള ഉച്ചകഴിഞ്ഞ വേനൽ മഴ പെയ്യാൻ രാവിലെയും ഉച്ചയ്ക്കുമാണ് സഞ്ചാരികൾ കൂടുതലായും എത്തുന്നത്. കഴിഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര അവധിക്കാലത്ത് പ്രതിദിനം 1000-ലേറെ സന്ദർശകർ എത്തിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 2778 പോയിന്റ് നഷ്ടത്തിൽ 72,585-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 916 പോയിന്റ് ഇടിഞ്ഞ് 21,978-ലും വ്യാപാരം തുടർന്നു. ആഗോള വിപണികളിലെ നഷ്ടമാണ് ഇന്ത്യയിലും പ്രതിഫലിച്ചത്. സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 200 രൂപ കുറഞ്ഞ് 66,280 രൂപയും ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 8,285 രൂപയുമാണ് ഇന്നത്തെ വില. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഭയങ്കര കുറവായിപ്പോയി. 66,900 രൂപയിൽ നിന്ന് 200 രൂപ സ്വർണത്തിന് വില കുറഞ്ഞിട്ടുണ്ട്. ഭയങ്കര കുറവായി. എൻ്റെ പൊന്നെ, പണ്ടൊക്കെ സ്വർണത്തിന് വെറും 2000 രൂപ, 3000 രൂപ, 1000 രൂപ ഉണ്ടായിരുന്ന സാധനത്തിന് ഇപ്പം 66,000 രൂപ സ്വർണ്ണം. ഞാൻ ഈ സ്വർണത്തിൻ്റെ വില എൻ്റെ മാല ഊരി ഞാൻ വിറ്റ് കാശാക്കി. കാരണം ഇത് ഇട്ടുകൊണ്ട് നടന്നാൽ ചിലപ്പോൾ തല വെട്ടിക്കൊണ്ട് പോയാൽ എന്നെ ഇത് ചെയ്യാൻ പറ്റും. അവസ്ഥ സ്വർണ്ണം ഒന്നും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല. പെണ്ണുങ്ങളൊക്കെ സ്വർണ്ണം ഇട്ടുകൊണ്ട് നടക്കുന്നത് വലിയ ആപത്താണ്. കാരണം ഒരു 66,000 രൂപ പവന്. 2 പവൻ്റെ ഒരു മാല കിട്ടിയാൽ 1,50,000 രൂപയായി.
പിന്നെ 2, 3, 4, 5 പവൻ്റെ മാലയല്ലേ പെണ്ണുങ്ങൾ ഇട്ടിരിക്കുന്നത്. ശരിക്കും വരവുമാല മേടിച്ചിരുന്നാൽ നല്ല കേട്ടോ. പെണ്ണുങ്ങളോട് എനിക്കൊരു ചെറിയ ഉപദേശമുണ്ട്. ഈ ബൈക്കിലൊക്കെ ഡൂക്കയിലൊക്കെ വന്നിട്ട് ഒറ്റ പൊട്ടിയിലും പൊട്ടിച്ച് അവന്മാർ പോകും, കരുത്ത് പോകും. പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ടൈപ്പ് നല്ല ഗോൾഡ് നിറമുള്ള വരവുമാന ഫാത്തിമായി കിട്ടും. അവിടെ പോയി ഒരെണ്ണം മേടിച്ച് കരുത്തിലിടുക. ഒറിജിനൽ സ്വർണ്ണമാല വല്ല ലോക്കറിലോ വീട്ടിലെവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക. അങ്ങനെ അതാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആരോഗ്യത്തിന് നല്ലത്. 66,900 രൂപ വിലയുള്ള സ്വർണ്ണമാണ് കരുത്തിലിടുന്നതെന്ന് എപ്പോഴും ഓർത്തോണം. അപ്പോൾ നമ്മുടെ വീഡിയോ നിർത്താം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.